ഇന്ന് കുറച്ച് ഉണക്ക ചെമ്മീൻ കൊണ്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീൻ അങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ അതൊക്കെ കിള്ളി ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. സാധാരണ ഞാൻ ആ ചെമ്മീൻ വെറുതെ വറുത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടാക്കാൻ വെച്ചിരിക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ കിള്ളി വെച്ച ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ശരിക്കും വറുക്കണം. അതൊന്ന് ഒടിയണ രീതിയിൽ വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കാം. ഇപ്പോൾ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. വറുത്ത ചെമ്മീനൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വറുത്തിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു 10-15 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മൊരിയിച്ച് തന്നെ എടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വറ്റൽമുളക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, വാളംപുളി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധമൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂണോളം, അത്രയും മതി. മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് അതും കൂടി ഒന്ന് നന്നായിട്ടൊക്കെ ചൂടാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആറണ വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ 2 കതിര് വേപ്പില എടുത്തിട്ട് എണ്ണയിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് വേണമായിരുന്നു, ഞാൻ ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിക്കണ്ട, തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊക്കെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനൊരു വേറൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളൊരു കുപ്പിയിലാക്കി, എയർ ടൈറ്റുള്ള ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ഇരിക്കും പുറത്ത്. ഫ്രിഡ്ജ് വെച്ചാൽ ഒത്തിരി നാളിരിക്കും കേട്ടോ.